ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ബീഫ് ബർഗറാണ് ഉണ്ടാക്കാൻ പോണേ. 1,500 രൂപ കൊടുക്കാതെ തന്നെ വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബർഗറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നല്ല സൂപ്പർ ബർഗർ, നല്ല ടേസ്റ്റി ആയിട്ട് വായിൽ തപ്പം തന്നെ വെള്ളം വരുന്നത്. ഈ ബീഫ് നല്ലോണം മിൻസ് ചെയ്തത് ഒരു 300 ഗ്രാം. സാധനം ജിഞ്ചർ ഗാർലിക്ക് ഫൈൻ ചോപ്പ് ചെയ്തത്, 4 ഗാർലിക് ക്ലോവ്സും ഒരു അര കഷ്ണം ജിഞ്ചറും നല്ലോണം ഫൈൻ ചോപ്പ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വേണ്ട സാധനം ഒരു മുട്ട, മഞ്ഞയോട് കൂടി തന്നെ വേണം കേട്ടോ. അടുത്ത വേണ്ട ഐറ്റമാണ് ഒരു വെല്ലുള്ളി നല്ലോണം ഫൈൻ ചോപ്പ് ചെയ്തത് 1 കപ്പ്. പിന്നെ ടൊമാറ്റോ പ്യൂരി കേട്ടോ, ഒരു 1.5 സ്പൂണുള്ള ആവശ്യമേ നമുക്കുള്ളൂ പാറ്റി ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ബ്രെഡ് ക്രംസ്. അതൊരു കപ്പൊന്നും വേണ്ട കേട്ടോ, വളരെ ആവശ്യത്തിനുള്ളത് മാത്രം. ഇതൊക്കെയാണ് പാറ്റി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആ മിൻസ് ചെയ്ത ബീഫിലേക്ക് ആ ജിഞ്ചർ ഗാർലിക്ക് ഫൈൻ ചോപ്പ് ചെയ്ത സാധനം അങ്ങോട്ട് തട്ടി കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്യണേ. ഇതൊക്കെ ആദ്യം ഇട്ടേക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ആ ഓണിയൻ ആ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ഫൈൻ ചോപ്പ് ചെയ്ത ഓണിയൻ, അത് അങ്ങോട്ട് അതിലേക്ക് മിക്സ് ചെയ്യണേ. ഇതിന് ശേഷം നമുക്ക് ഒരു 1.5 സ്പൂണ്, 1 സ്പൂൺ ആദ്യം ഇടുക, ഒരു അര സ്പൂണും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ടൊമാറ്റോ പ്യൂരി ഒന്നും അധികം ആഡ് ചെയ്യരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമൻറ്റ് സെക്ഷനിൽ പുളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയരുത്. മുട്ട ആ മഞ്ഞയോട് കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. എന്താ ഭംഗി വീഴുമ്പോൾ. ആദ്യം പറഞ്ഞ പോലെ ബ്രെഡ് ക്രംസും മൈദയും ഈ പാറ്റി ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ 1 സ്പൂണ്. ഇനിയിപ്പോൾ കണക്ക് തെറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വാരിക്കോരി ഇടരുത് അതിലേക്ക്. 1/4 സ്പൂൺ ഉപ്പ്, ഒരു പിഞ്ചെന്നൊക്കെ പറയണ പോലെ. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സോസുകൾ നമ്മൾ യൂസ് ചെയ്യണതിലൊക്കെ ഉപ്പുണ്ട്. ഇനി അടുത്തത് പാപ്രിക്ക പൗഡർ. അമേരിക്കൻസിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അധികം പറയാനൊന്നുമില്ല, വറ്റൽ മുളക് ഉണക്കി പൊടിച്ച സാധനം. ഇത് അമേരിക്കൻസിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും നമ്മൾ അധികം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മോക്കി ഫ്ലേവർ ആയിരിക്കും. സോ ഞാൻ കുറച്ച് ഇന്ത്യൻ ഫ്ലേവറായിട്ട് ചില്ലി പൗഡർ ഒരു അര സ്പൂണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്ലേവേഴ്സ് ആയിട്ടുള്ള കുറച്ച് പെപ്പർ അര സ്പൂൺ തന്നെ, വേറെ കൂടുതലൊന്നും വേണ്ട. ഒരു സ്നേഹത്തിന് ഒരു അര സ്പൂണ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട. എന്തൊക്കെ ബർഗറാന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഫ്ലേവേഴ്സ് ഒന്ന് ആഡ് ചെയ്യാണ്ട് നമ്മുടെ വായിൽ വയ്ക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടാവും. ഇനി അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനോടൊരു നല്ല സ്നേഹത്തിലൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പിടിച്ചോളൂ അതിലേക്ക്. നല്ലോണം മിക്സ് ചെയ്യണേ. നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഭാഗം വയ്ക്കുക. അതുകൊണ്ട് നല്ല ഈക്വലായിട്ട് ഭാഗം വയ്ക്കണം, അല്ലെങ്കിൽ ഇവിടെ അടി ഉണ്ടാവും കേട്ടോ. എനിക്കൊരു പാറ്റി കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു. വളരെ ലീനായിട്ടുള്ള പാറ്റിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കടിച്ച പോലെ ഒന്നും തോന്നില്ല. സോ കുറച്ച് തിക്കായിട്ടുള്ള പാറ്റി കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. ഇപ്പോൾ നിങ്ങൾ ബർഗർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പാറ്റിക്ക് ഒരു റേറ്റ്, 2 പാറ്റിക്ക് കിട്ടും. ഇതിപ്പോൾ എൻ്റെ ബീഫാണല്ലോ, ആരോടും കണക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ 4 ബോളൊക്കെ ഇട്ട് ഞാനും 4 ഉണ്ടാക്കണമെന്നൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക്. ഞാൻ ഇപ്പോൾ ഒരു അടപ്പൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. ഈ അടപ്പ് ആ മറ്റേ കവറിൻ്റെ താഴെ വയ്ക്കുക. ഇപ്പം ഞാൻ സ്ട്രെച്ച് റാപ്പ് മേടിച്ചു, നിങ്ങൾക്ക് സ്ട്രെച്ച് റാപ്പ് ഇല്ലെങ്കിൽ ഒരു കവറ് അതിൻ്റെ മേലെ വിരിച്ചിട്ട് ഈ പറഞ്ഞ ബീഫ് അതിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. നല്ലോണം പ്രസ് ചെയ്യണേ. ഇത് നല്ലോണം പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉടഞ്ഞൊക്കെ പോകും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലോണം പ്രസ് ചെയ്തല്ലോ. ഇനി ഈ കവർ അങ്ങോട്ട് അതിലേക്ക് പൊതിയുക. ഗിഫ്റ്റൊക്കെ പൊതിയണ പോലെ അങ്ങോട്ട് പൊതിഞ്ഞു. നല്ലോണം പൊതിയണേ. എന്താ വെച്ചാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ട സാധനമാണ്. നല്ലോണം കവർ ചെയ്യുക. നിങ്ങൾക്ക് എത്ര പാറ്റി വേണോ അത്ര പാറ്റി ഉണ്ടാക്കുക. ഈ പറഞ്ഞ അടപ്പും സാധനങ്ങളൊക്കെ എല്ലാവരും വീട്ടിലുള്ളതാണ്. ഇതുപോലെ പാറ്റി ഉണ്ടാക്കിയിട്ട് എത്ര പാറ്റി വേണോ. ഞാൻ ഒരു സമയം 7 മണിക്ക് രാത്രി വെച്ച് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഞാൻ എടുക്കുള്ളൂ കേട്ടോ ഈ സാധനം, അല്ലെങ്കിൽ ഉടഞ്ഞു പോവേ. ഇനി അടുത്ത പരിപാടി എന്താ, പാറ്റി ഉണ്ടാക്കൽ. ഇപ്പം നമ്മൾ ആ ബട്ടർ മേടിച്ചത് അങ്ങോട്ട് തേച്ച് കൊടുത്തു. പൈസ ചിലവൊന്നുമില്ലല്ലോ, മേടിച്ച പാക്കറ്റിലുള്ള ബട്ടറൊക്കെ അങ്ങോട്ട് ചിലവാക്കേണ്ട എന്താണ്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. നല്ല ഭംഗിക്ക് തേച്ചോട്ടോ, അല്ലെങ്കിൽ പാറ്റിയിൽ ഒട്ടി പിടിക്കും. എല്ലായിടത്തും വലിയ കുക്കുമാരുടെ പ്രശ്നം പോലെ തന്നെ ഇവിടെ എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കൊക്കെ ഭയങ്കര സംശയമായിരുന്നു. മോനെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് വേവുക ബീഫ്? കുക്കറിലടിക്കാത്ത ബീഫ് വേവോ?
ബീഫ് നമ്മൾ കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം എത്രയും നമ്മൾ ബട്ടർ അതിൽ തേച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ വെച്ച് ഒരു 45 മിനിറ്റ്സിൽ കൂടുതൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ എടുക്കുന്ന പാറ്റി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അതിലേക്ക് വെക്കാൻ. നേരെ ഫ്രിഡ്ജിലെടുത്ത് കൊണ്ടുപോയിട്ട് അതിലേക്ക് വെക്കരുത്. അടുത്ത സംശയം ചോദിക്കരുത്, ഇതെന്താ ദൂരത്ത് വെക്കണേ, ചേട്ടൻ ദൂരത്ത് വെച്ചോണ്ട് ഞങ്ങളും ദൂരത്ത് വെക്കണമെന്ന്. അതിപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വെക്കണ്ട. അടുത്ത് വെച്ചാലും ദൂരത്ത് വെച്ചാലും ബീഫ് വെന്തോളും. ഇനിയിപ്പോൾ സ്നേഹം കൂടുതലാണെങ്കിൽ അടുത്തങ്ങോട്ട് വെച്ചോ, അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് വെച്ചോ, എങ്ങനെ വെച്ചാലും ബീഫ് വേവും. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. വേവണം, അത്രേ ഉള്ളൂ. വെന്താൽ മാത്രം മതി. ഫ്രൈ ചെയ്ത് പപ്പടം പോലെ ആക്കി വെക്കരുത്. ബർഗറിന് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണ്? ബർഗർ ബണ്ണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയില്ലെന്നൊന്നും പറയരുത്. അത് നമ്മൾ പുറത്തുനിന്ന് തന്നെ മേടിക്കണം കേട്ടോ. 4 ബണ്ണ് 30 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ അത് വിലയുടെ ഒക്കെ വ്യത്യാസമൊക്കെ കുറേ വരും. ഇനി നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോണേ. ഒരു 2 സ്പൂണ് മയണൈസ്. എന്ത് സോസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഗറിനകത്തൊരു സോസ് കഴിച്ചാലേ നമുക്കൊരു ക്രീമിയൊക്കെ കിട്ടുള്ളൂ. 2 സ്പൂണ് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഈക്വലായിട്ട് തന്നെ നമ്മൾ വേറൊരു സോസും കൂടി ആഡ് ചെയ്യണം കേട്ടോ. മസ്റ്റേർഡ്, ചിപ്പോട്ട്ലെ സോസ്. ഇതൊക്കെ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയാലും കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണെന്നൊന്നും ചോദിക്കരുത്. 2 സ്പൂണ് ചിപ്പോട്ട്ലെ സോസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്നേഹത്തിന് അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു സ്പൂണോ 1.5 സ്പൂണോ അത്ര തന്നെ, എത്രയാണ് വേണ്ടെന്ന് വെച്ചാൽ അനുസരിച്ച്. ശേഷം ഇതൊക്കെ നല്ലോണം അങ്ങോട്ട് ബ്ലെൻഡ് ആവണം. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് പിടിച്ചാലാണ് ഈ സോസ് വളരെ ടേസ്റ്റി സാധനമാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പറും കൂടി ഇട്ടോ, അല്ലെങ്കിൽ ഒരു മധുര പായസം പോലെ തോന്നും. അതുകൊണ്ട് കുറച്ചൊരു പെപ്പറൊക്കെ ഇട്ടോ. നമുക്കത് നല്ലൊരു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇനി അതിട്ട് നല്ലോണം നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണേ. യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഒത്തൻറ്റിക്കായിട്ട് ബർഗർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടിയാൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല വെച്ചിട്ട് ബർഗർ ഉണ്ടാക്കാതെന്ന് ഇരിക്കേണ്ട. ഹോട്ട് ആൻഡ് സ്വീറ്റ് റിലേഷൻ എന്ന് പറയും. ഇത് ബർഗർ സോസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്രഞ്ചി ടേസ്റ്റൊക്കെ ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റിൻ്റെ പുറത്ത് ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോഴാണ് കുറച്ചൊരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ടാവുക. നമ്മൾ ബർഗർ കടിക്കുമ്പോൾ സോസ് പ്ലെയിൻ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിലേഷൻ. പിന്നെ ഒരു മധുരം മുമ്പോട്ട് നിൽക്കാനും പാടില്ല, പുറകോട്ട് നിൽക്കാൻ പാടില്ല. ഒരു മീഡിയം ടേസ്റ്റ്, ഒരു സ്പൈസിയും ആയിരിക്കണം, സ്വീറ്റ് ആയിരിക്കണം. ഞാൻ കുറച്ച് പേപ്പർക്കയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂണ്. ഈ സോസ് ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല കേട്ടോ കണ്ണുണ്ടാവണ്ടേ, അടുപ്പിലുണ്ടാവണം. അല്ലെങ്കിൽ അടുപ്പിലുള്ള ബീഫ് കരിയല്ല കരിയും. ഇപ്പോൾ ഈ ബീഫ് പാറ്റീസൊക്കെ അങ്ങോട്ട് തിരിച്ചിട്ടോട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ വിചാരിക്കും, അയ്യോ അത് വെളുത്താണല്ലോ ഇരിക്കുന്നത്, അത് വെന്തിട്ടില്ലല്ലോ എന്ന്. അത് തിരിച്ചിടുമ്പോൾ വെന്തോളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അതങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. സംഭവങ്ങൾ തിരിച്ചിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നത്, ഇത് വെന്തിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അത് നല്ലോണം വെന്തിട്ടുണ്ട്. തിരിച്ചിട്ട് അതേപോലെ തന്നെ വേവുന്ന രീതിയിൽ ആ തിരിച്ചിട്ടതിന് ശേഷം ഒരു കാര്യം മറക്കരുത്, ആ ജ്യൂസി ആയിട്ട് അവിടെ ഉള്ളപ്പോൾ തന്നെ ബർഗർ ബണ്ണൊന്നും അതിലേക്കൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചാൽ ആ ബർഗറിലേക്ക് ആ ബീഫിൻ്റെ സോസൊക്കെ അതിലേക്ക് പിടിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് ആ ബീഫിൻ്റെ ആ സോസൊന്നും ഞാൻ വെറുതെ കളയില്ല, അതിലേക്ക് അങ്ങോട്ട് പിടിപ്പിക്കും ഞാൻ. അപ്പോൾ ആ സ്നേഹം ആ ബണ്ണിലേക്കും കൂടി അങ്ങോട്ട് പകരട്ടെ. ബീഫിൻ്റെ ജ്യൂസസൊക്കെ ആ ബണ്ണിലൊന്ന് ഞാൻ ഒട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിട്ടല്ലോ, അതിൻ്റെ മേലെയൊക്കെ ചേദാർ ചീസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് മേടിക്കാൻ കിട്ടും. ഡയറി ചീസ് എന്നാണ്. അത് അൺസാൾട്ടഡ് തന്നെ മേടിക്കണേ, അല്ലെങ്കിൽ ഉപ്പ് കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റത്തില്ല. ഒരു ബട്ടറിൻ്റെ ഒരു കഷ്ണം ആ പാറ്റിയുടെ മേലെ വെച്ചിട്ട് ഒരു ചേദാർ ചീസ് അതിന് മേലെ വിരിച്ചു കൊടുക്കുക. ഇതാണ് ഈ ഓത്തൻറ്റിക്കായിട്ട് ബീഫ് പാറ്റി ഉണ്ടാക്കേണ്ട ഒരു രീതി. ഇത് ഒട്ടിപ്പിടിച്ചതിന് ശേഷം കുറച്ച് പെപ്പറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചിലർക്ക് ഈ പ്ലെയിൻ ടേസ്റ്റ് ഇഷ്ടാവില്ല, ചിലർക്കല്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പെപ്പർ ഇട്ട് കൊടുത്ത്. ഇത് നമ്മൾ ചെയ്യണത് ഒരു 5-10 മിനിറ്റ് ഒരു അടച്ചു വെച്ച പാത്രത്തിലും കൂടി കുക്ക് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പാറ്റി പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് കളയരുത്. ഇപ്പോൾ പറയാൻ പോണ കാര്യമാണ് ഈ ബീഫ് പാറ്റി പ്രിപ്പറേഷനിലെ യമുക്കിൻ സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് പാറ്റി ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ബീഫ് പാറ്റിനകത്തുള്ള മോയ്സ്ചർസൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ആവുള്ളൂ. ഡ്രൈ ആവും തോറും പാറ്റിയുടെ ടേസ്റ്റ് വളരെ മോശമായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, പരിപ്പോടെ അല്ല ബീഫ് പാറ്റിയാണ് ഉണ്ടാക്കുന്നത് എന്നുകൊണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ഫൈനൽ പ്രിപ്പറേഷനാണ് ഇനി.
ഇനിയൊന്നും വലിയ പരിപാടീസൊന്നുമില്ല. ആ ടോസ്റ്റഡ് ചെയ്ത ബ്രെഡും കുറച്ച് ടൊമാറ്റോയും ഒരു ലെറ്റ്യൂസും ഒരു ഓണിയനും, അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സോസ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്ലെയിൻ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് സോസ് അധികമായിട്ട് ഉപയോഗിച്ചു. അവരവരുടെ ആവശ്യാനുസൃതം ആ സംഭവം അപ്ലൈ ചെയ്തോളുക. ആദ്യം അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിടച്ചോ അങ്ങോട്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ആ ലെറ്റ്യൂസ് അങ്ങോട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും ഓണിയനും കൂടി അതിന് മേലേക്ക് വെച്ചോട്ടോ. ഓണിയൻ എടുക്കുക, അതിന് മേലെ വയ്ക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആ സോസ് എടുക്കുക, ആ മറ്റുള്ള ടോസ്റ്റഡ് ബണ്ണിൽ കൂടി അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ എൻട്രി, ബീഫ് പാറ്റി എടുക്കുക, അതിലേക്ക് അങ്ങോട്ട് വെക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് അങ്ങോട്ട് അടയ്ക്കുക. ഒരു ടൂത്ത് പിക്കോ ഒരു ബർഗർ സ്റ്റിക്കോ ടൂത്ത് സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കുത്തി കൊടുത്തോളുക. ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല, സെറ്റപ്പ് ടേസ്റ്റാണ്, വേറെ ഒന്നും പറയാനില്ല.